ആരും ഇങ്ങനെ ഏതൊരു സിനിമയിൽ പറഞ്ഞ പോലെ നിനക്ക് ആരാണ് ഈ സുന്ദരം എന്നുള്ള പേരിട്ടെന്ന് ഒരു പടം കൊടുക്കുന്നുണ്ട്. ഏത് സിനിമയാണ് ഗോപി? എനിക്കറിയില്ല. ഇല്ല. പക്ഷേ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പലപ്പോഴും പലരും ടീച്ചർമാർ ചോദിക്കാറുണ്ട്, നിനക്ക് ആരാടാ സുന്ദരം എന്നുള്ള പേരിട്ട്, നീ പഠിക്കാനൊന്നും കൊള്ളില്ല. പക്ഷെ പഠിക്കാൻ കൊള്ളത്തില്ലെന്ന് വിചാരിച്ച് സൗന്ദര്യത്തിൽ കുറവൊന്നും ഉണ്ടായിരുന്നില്ല. ഇല്ല, അത് എൻ്റെ ക്രെഡിറ്റ് അല്ല. അല്ല, അതൊരു ഭാഗ്യമല്ലേ, നമ്മളിവിടെ ജനിക്കുന്നു ഒരു ഭാഗ്യം. ഗോപി ചമ്പിക്കാൻ പറയണല്ല, ഒരു പക്ഷേ ആൾക്കാർക്കൊരു പ്രേരണയാകാൻ വേണ്ടി പറയണ. ഇല്ല, ഒരിക്കലും. ഇത് ഞാൻ ഒരുപാട് ഇപ്പം ഈ 10ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് വരുന്ന സമയത്തൊക്കെ റേഡിയോസിനൊക്കെ എന്നെ വിളിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഒരു ഇൻസ്പിറേഷൻ എന്നുള്ള രീതിയിൽ ഞാൻ ഒരുപാട് പേർക്ക് എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാറുണ്ട്. ഒരിക്കലും ചില കുട്ടികളുണ്ട് 10ാം ക്ലാസ് മാർക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞ് ആത്മഹത്യാ ശ്രമം നടത്തുന്നു, അല്ലെങ്കിൽ തോറ്റുപോയതോടുകൂടി ജീവിതം അവസാനിച്ചു, നാട്ടുകാരും വീട്ടുകാരൊക്കെ തഴഞ്ഞിടുന്ന ഒരവസ്ഥ. അങ്ങനെയല്ല. ഈ 10ാം ക്ലാസ് വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു ജസ്റ്റ് ലൈഫിൽ നമ്മൾ വളരെ ലഘൂകരിച്ച് കാണേണ്ട ഒരു കാര്യമാണ്. അതിന് ഇത്രയും വലുതായിട്ട് 10ാം ക്ലാസ്സിൽ 210 മാർക്ക് കിട്ടി ജയിക്കുമായിരുന്നു അല്ലേ? 200 മാർക്കാണ് കിട്ടിയത്. 10 മാർക്ക് കൂടെ തന്നെ ജയിച്ചത്. അത്രയും മാർക്ക് ഒപ്പിച്ച് അതെങ്ങനെ കിട്ടിയെന്ന് എനിക്ക് ഇന്നും അറിയില്ല. ഐ തിങ്ക് ഫസ്റ്റായിട്ട് ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴെന്ന് തോന്നുന്നു, സാറ് പെട്ടെന്ന് കൂടെ ഇരിക്കുന്ന കുട്ടികൾ ഈ കുട്ടി പാടെന്ന് പറഞ്ഞു. അപ്പോൾ നീ ഒരു പാട്ട് പാടുന്നു പറഞ്ഞു. ഡ്രോയിങ് സാറ് പാടിച്ചു. അപ്പോൾ അതാണ് എൻ്റെ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയും. 3ാം ക്ലാസ്സിലാണ് ആദ്യത്തെ പെർഫോമൻസ്. അതൊരു പെർഫോമൻസ് ആണെന്ന് പിന്നീടാണ് മനസ്സിലായത്. ചുമ്മാ പാടാൻ പറഞ്ഞപ്പോൾ പാടി. നമുക്ക് നോക്കിയുള്ള ഒന്ന് പാടല്ലേ? സുഖമോ ദേവി സുഖമോ ദേവി സുഖമോ 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 ദേവി സുഖമോ ദേവി സുഖമോ ദേവി സുഖമോ സുഖമോ. വായിക്കുന്നു, ഓക്കെ, പഠിപ്പുണ്ട്, പഠിക്കട്ടെ, എന്നിട്ട് പിന്നീട് ആലോചിക്കുക എന്നുള്ള രീതിയിലായിരുന്നു. 10th തോറ്റ് കഴിഞ്ഞോടുകൂടി എല്ലാവരും ഇതിൻ്റെ സീരിയസ്നെസ് അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് എനിക്ക് തോന്നുന്നു. അതായത് ഇവൻ ഒട്ടും പഠിക്കുന്നില്ല, ക്ലാസ്സിലും പോകുന്നില്ല, ഫുൾ ടൈം തബലയും മ്യൂസിക്കായിട്ട് നടക്കുക എന്നുള്ളത് അറിയുന്നത് തന്നെ ഞാൻ 10th ഫെയിലായി കഴിഞ്ഞ ശേഷമാണ്. അപ്പോൾ അതൊരു വലിയ ഷോക്കായിരുന്നു. ഇപ്പം എൻ്റെ അച്ഛനൊക്കെ ഒരുപാട് എന്തൊരു സെപ്റ്റംബർ പരീക്ഷ എന്നൊക്കെ പറഞ്ഞ പരീക്ഷയുണ്ട്, അതായത് 10 തോറ്റ ആൾക്കാരെ വീണ്ടും എഴുതിപ്പിക്കുന്ന പരിപാടി. ഓക്കെ. അത് അവർ പ്രേരിപ്പിച്ചോ? ഇല്ല, പ്രേരിപ്പിച്ചു. എന്നോട് എഴുതാൻ പറഞ്ഞു. എഴുതി കഴിഞ്ഞാൽ 200 കിട്ടിയത് പോലും പിന്നെ കിട്ടില്ല എന്നുള്ള തിരിച്ചറിവുണ്ടായി. അല്ല, പറയേണ്ട ഒരു സാഹചര്യം ഞാൻ ഉണ്ടാക്കിയില്ല. അതിന് മുമ്പ് ഞാൻ അങ്ങോട്ട് പറഞ്ഞത് എഴുതാൻ നടക്കില്ല, ഞാൻ പോവാണ്, ഐ എം ഗോയിങ് ടു ചെന്നൈ, എനിക്ക് ചെന്നൈ പോകണം, അവിടെ ഏതെങ്കിലും മ്യൂസിക് കോളേജിൽ എനിക്ക് ഐ നീഡ് ടു ലേൺ മ്യൂസിക് പഠിക്കണം എന്നാണ് ആഗ്രഹം. അപ്പം അങ്ങനെ ആണ് താല്പര്യം എന്ന് ഞാൻ ഒരു 6ാം ക്ലാസ് തൊട്ട് പറയാൻ തുടങ്ങിയാണ്. 10 തോറ്റപ്പോൾ പൂർത്തിയായി. പിന്നെ അവർക്ക് വേറെ വഴിയുമില്ല. വാണിജ്യപരത അതുകൊണ്ട് അല്ലേ? എവിടെയാണ് ഒരു പക്ഷേ ഈ പറഞ്ഞ കറൻസി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖല, അതിലൊരു കണ്ണുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അതെല്ലാ മനുഷ്യർക്കും എന്താ പറയുക, നമ്മൾ എത്രത്തോളം ഇപ്പോൾ നമ്മൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഒരു എന്താ പറയുക, എനിക്കെന്നും ബിസിനസ് ആരെ പറഞ്ഞായിട്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ സ്വന്തം സൈക്കിൾ പോലും വാടക കൊടുത്തിട്ട് പൈസ സമ്പാദിച്ചിരുന്ന വിദ്വാനാണ് അദ്ദേഹം. പൈസ സമ്പാദിക്കുന്ന ഒരു എന്താ പറയുക മോശപ്പെട്ട കാര്യമല്ല. എനിക്കൊരു വളരെ നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കൊച്ചിലെ. അതുകൊണ്ട് തന്നെ ഇപ്പം ഇടയിൽ ബ്രേക്സിൽ ക്ലാസ് കട്ടടിച്ച് വന്ന കുട്ടികൾക്ക് എൻ്റെ സൈക്കിൾ ഞാൻ പെർ അവർ 25 പൈസയ്ക്ക് കൊടുക്കാറുണ്ട്. അപ്പം അന്ന് തുടങ്ങിയതാണ് ഈ ഒരു സമ്പാദ്യശീലം. അപ്പോൾ അത് ഈ കിട്ടുന്ന പൈസ ഞാൻ എനിക്ക് ഐസ് ഫ്രൂട്ട് വാങ്ങിക്കും, മിഠായി വാങ്ങിക്കും, എനിക്ക് വേണ്ട ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നടത്തും. അറ്റ് ദ സെയിം ടൈം സഞ്ജയിക പദ്ധതിയിൽ എനിക്ക് അന്ന് തൊട്ടേ ഒരു അക്കൗണ്ട് ഞാൻ ഓപ്പൺ ചെയ്ത് ഇതിൽ നിന്ന് കിട്ടുന്നതിൽ ഇവരുടെയൊക്കെ സ്ക്രിപ്റ്റിലൊക്കെ വർക്ക് ചെയ്യാൻ കഴിയുക. അവരുടെ 4 പടങ്ങൾ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾ സ്ക്രിപ്റ്റ് ഡിസ്കഷൻ്റെ കാര്യം പറഞ്ഞപ്പം ഞാനൊരു സാധാരണ പ്രേക്ഷകനെ പോലെ ഇപ്പോഴും ഞാനൊരു ലേമനെ പോലെ തന്നെയാണ് സ്ക്രിപ്റ്റ് കേൾക്കുന്നത്. സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്ത് കേൾക്കുമ്പോൾ ഗോപി പറയുക ഇത് ശരിയാവും തോന്നില്ല എന്ന് പറയോ? ഇല്ല, ശരിയാവും തോന്നുന്നതല്ല. ചില ചോദ്യങ്ങൾ ഞാൻ ചോദിക്കാറുണ്ട്. ഇങ്ങനെ ആയാൽ ഇതൊക്കെ എന്താ, ഇതൊക്കെ ആരാ, ഇയാൾ എവിടെ നിന്ന് വന്നു എന്നൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്. അത് എങ്ങനെ പൊരുത്തപ്പെടുവാന്നുള്ളത് അത് വർക്കൗട്ട് ആവുമെന്ന് തോന്നിയില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ ഞാൻ പറയും, അത്രയുള്ളൂ. അല്ലാണ്ട് അങ്ങനെ ഒരു ആധികാരികമായിട്ടൊന്നും പറയാറില്ല. എനിക്കിന്നും ഇന്നത്തെ കമ്പോസിഷൻ എടുത്ത് നോക്കുമ്പോഴും എനിക്ക് അന്ന് ചെയ്തതിൽ ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് നിൻ ഹൃദയമൗനം ഉൾക്കടലിനാഴും എന്നും അറിയുന്നു ഞാൻ മൂകമായി അലയായി നിന്നിലുണരാൻ മിഴികളിലെ സജലമൊരു സൗവർണ സങ്കല്പമായി വന്നു ഞാൻ. Hello YouTube, my name is
Lakshmi Menon. So last week was Children's Day. I had a talk with an old friend of mine. അപ്പോഴാണ് സത്യം പറഞ്ഞാൽ കുട്ടിക്കാലത്തെ കുറേ കാര്യങ്ങൾ ഓർത്തത്, കുറേ പൊട്ടത്തരങ്ങൾ ഓർത്തത്. നമ്മൾ കുട്ടിക്കാലത്ത് ശരി എന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും വലുതായി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും തെറ്റാണെന്ന്. സോ ദാറ്റ് ഇസ് ദിസ് ഹോൾ വീഡിയോ ഇസ് ഗോണ ബി അബൌട്ട് മൈ ചൈൽഡ്ഹുഡ് മിത്സ്. ഞാൻ ഡയറ്റ് എടുക്കാറില്ല, പിന്നെ ഇവരെ ഡയറ്റ് എടുത്തിട്ടില്ല. ഡയറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഞാനിപ്പോ ബർഗർ കഴിച്ചുകൊണ്ടിരിക്കുക. ശരിയായില്ല, ഒന്നുകൂടി. നെയിൽ പോളിഷ് വന്നാ വന്നാ ഒക്കെ കറക്റ്റ് അല്ല, ഒന്നുകൂടെ എഡിറ്റ് ചെയ്യുമ്പോ ബ്രൈറ്റ്നസ് കുറച്ച് കൂട്ടണേ പ്ലീസ്.